അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പെൻഷനും ആനുകൂല്യങ്ങളും തുടരെ നിഷേധിക്കുന്നത് ന്യായീകരിക്കാനാവുന്നതല്ലെന്ന് AITC. സെസ് പിരിവിൽ ഗുരുതര വീഴ്ചയെന്നും കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കാൻ ഇടതു സർക്കാരിന് ബാധ്യതയുണ്ടെന്നും രാജേന്ദ്രൻ പറഞ്ഞു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ 16 മാസമായി മുടങ്ങിയിരിക്കുകയാണ്. വിവാഹം, പാർപ്പിടം, ചികിത്സ തുടങ്ങിയവയ്ക്കുള്ള ധനസഹായവും മുടങ്ങി. തൊഴിലാളികളുടെ അംശാദായം കൊണ്ട് മാത്രം ആനുകൂല്യ വിതരണം നടക്കില്ലെന്നതുകൊണ്ടാണ് സെസ് പിരിക്കാൻ തീരുമാനിച്ചത്. സെസ് പിരിവിൽ തൊഴിൽ വകുപ്പും ക്ഷേമനിധി ബോർഡും തികഞ്ഞ അനാസ്ഥയാണ് കാട്ടുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോടികളുടെ നിർമ്മാണം നടത്തി അതിനെ തൊഴിലാളി ക്ഷേമമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇടത്തെ ഭാഗത്തല്ല, വലത്തെ ഭാഗത്ത് 1 ലക്ഷം 10 ലക്ഷമാവും, 10 ലക്ഷം 20 ലക്ഷമാവും, 20 ലക്ഷം 50 ലക്ഷമാവും. കണക്കാണ്, ഇത് നിയമമാണ്. ഇതിപ്പോ എനിക്ക് ഇഷ്ടം കൊണ്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതല്ല, എൻ്റെ ഒരു ഇഷ്ടത്തിന് പ്രസംഗിക്കുന്നതല്ല. നിയമം പാസ്സാക്കിയാൽ അതനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരല്ലേ അല്ലേ? ഒരു നിയമരാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കിയാൽ, നിയമസഭ പാസ്സാക്കിയാൽ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്കിത് ബാധകമല്ല, ഞാൻ അതനുസരിക്കില്ല? പറയാൻ പറ്റുമോ? അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ അകത്താവും. നിയമം എല്ലാവർക്കും ബാധ്യതയും, എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡ് അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ, അതിനുള്ള ഓരോ അവകാശങ്ങൾ, അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കണമെങ്കിൽ പെൻഷനിൻ്റെ ഒരു ഭാഗം, അതല്ലാതെ ഒരുപാട് ആനുകൂല്യമില്ലേ? പ്രസവാനുകൂല്യം കൊടുക്കണം, മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആനുകൂല്യം കൊടുക്കണം, വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ അതിന് ചികിത്സയ്ക്കുള്ള സഹായം. അപ്പം ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചെറിയ സംഖ്യ കൊണ്ട് കഴിയും. അപ്പം അത് കഴിയണമെങ്കിൽ സെസ് നന്നായി തിരിച്ചെടുക്കും. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KC ജയപാലൻ അധ്യക്ഷത വഹിച്ചു. K മല്ലിക, മുരളീധരൻ നായർ, ശിവദാസൻ, ഹരിദാസ്, ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.